നമസ്കാരം. ആനയെ പ്രേമിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് ഈ ലോകത്തിലുള്ള വിഷയങ്ങൾ ഒന്നും തന്നെ പ്രശ്നമായിരിക്കില്ല. കാരണം ആനയേക്കാൾ വലുതായി അവർ ഈ ലോകത്ത് മറ്റൊന്നും കണ്ടിട്ടില്ല. സൂര്യവുഡ് ആനപ്പെരുമയിൽ ഏറ്റവും പുതിയ ജാലകം തുറക്കുമ്പോൾ ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കിഴക്കേ പൊൻപുലരിയിൽ തിരുനടയിൽ തിരിതെളിഞ്ഞേ തിരുനെറുകിൽ തിടമ്പേറ്റി മണിനാദം മുഴക്കിയിട്ട് എഴുന്നള്ളി വരവുണ്ട് കരിവീരൻ, എഴുന്നള്ളി വരവുണ്ട് കരിവീരൻ. ആദ്യകാലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ പട്ടണമായിരുന്നു മുസിരിസ് എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ കൊടുങ്ങല്ലൂർ. ആ കൊടുങ്ങല്ലൂരിൻ്റെ പേര് ഉത്സവപ്പറമ്പുകളിൽ വാനോളമുയർത്തിയ ഗജകേസരികളിൽ പ്രധാനിയാണ് ഇന്നത്തെ നമ്മുടെ കഥാനായകൻ പുല്ലൂറ്റ് ഉണ്ണികൃഷ്ണൻ. കാണാം ഉണ്ണികൃഷ്ണൻ്റെ വിശേഷങ്ങൾ. മലയാള നാടിൻ്റെ ആദ്യത്തെ വാണിജ്യ തുറമുഖ നഗരമായ മുസിരിസ് പട്ടണം, തമിഴിൻ്റെ വീരനായികയായ കണ്ണകിയുടെ ഇരിപ്പിടമായ സ്ഥലം, ക്രൈസ്തവ പാരമ്പര്യമനുസരിച്ച് ക്രിസ്തു ശിഷ്യനായ തോമസ് അപ്പോസ്തലൻ വന്നിറങ്ങിയ ഇടം, ഹിമാലയത്തിന് തെക്ക് ആദ്യമായി ഒരു മുസ്ലിം ദേവാലയം സ്ഥാപിതമായ പ്രദേശം, പുകഴ്പെറ്റ ഭരണാധികാരിയായ ചേരമാൻ പെരുമാളിൻ്റെ ഭരണത്തിൻ കീഴിലായിരുന്ന ദേശം. ഇങ്ങനെ ചരിത്രവും ഐതിഹ്യവുമെല്ലാം മുത്തും പവിഴവും പോലെ ചേർന്ന് കിടക്കുന്ന മധ്യ കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം, അതാണ് കൊടുങ്ങല്ലൂർ. കേരളത്തിൽ ആദ്യകാലത്ത് ബൗദ്ധ കേന്ദ്രമായിരിക്കുകയും പിന്നീട് ഹൈന്ദവ ക്ഷേത്രമായി മാറുകയും ചെയ്തുവെന്ന് ചരിത്രകാരന്മാർ പറയുന്ന പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇവിടം. ഈ കാലഘട്ടത്തിൽ തെറിപ്പാട്ട് പാടുന്ന ക്ഷേത്രമെന്ന് പലരും വിമർശിക്കുമ്പോഴും സാംസ്കാരിക കേരളത്തിന് ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കാത്ത കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ പോലുള്ള മഹാരഥന്മാർ അവിടെ ഭരണി മഹോത്സവത്തിൽ നേരിട്ട് പങ്കെടുത്തിരുന്നു എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ചരിത്രമാണ്. ഈ കൊടുങ്ങല്ലൂരിനെ ഇന്ന് കേരളത്തിലെ ഉത്സവ പറമ്പുകളിൽ പ്രതിനിധാനം ചെയ്യുന്നതിൽ പ്രധാനിയാണ് പുല്ലൂറ്റ് ഉണ്ണികൃഷ്ണൻ എന്ന നമ്മുടെ ഇന്നത്തെ കഥാനായകൻ. 9.5 അടിക്ക് മീതെ ഉയരമുള്ള ഉണ്ണികൃഷ്ണന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവന്റെ ഈ ശാന്തതയാണ്. നീളമുള്ള തുമ്പിക്കൈ, 18 നഖങ്ങൾ, വീണെടുത്ത കൊമ്പുകൾ, ഭംഗിയാർന്ന മദഗിരികൾ, വലിയ വായുകുംഭം, തരക്കേടില്ലാത്ത മസ്തകം, കൂടാതെ പേരുകേട്ട കൊമ്പന്മാരെ ഓർമ്മിപ്പിക്കുന്ന ചെവികളും നടയമരങ്ങളും, അമരത്തിന്റെ ആണി വരെയെത്തുന്ന വാല്. ഭക്ഷണകാര്യത്തിൽ ചോറും അവിലും പനമ്പട്ടയും പുല്ലുമെല്ലാം സാധാരണയായി പെടുമെങ്കിലും മധുരത്തോടുള്ള അവന്റെ പ്രത്യേക ഇഷ്ടം കൗതുകകരമാണ്. ലഡുവും ജിലേബിയും ലഭിച്ചാൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഹാപ്പിയാണ്. മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് എടവനക്കാട്ട് തറവാട്ടിലെ കാരണവരായ സെയ്ദ് മുഹമ്മദ് തങ്കമ്മ എന്ന ഒരു പിടിയാനയെ എത്തിക്കുന്നതോടെയാണ് ആ കുടുംബം ആനകളെ പരിപാലിക്കുന്ന അനുഭവത്തിലെത്തിച്ചേരുന്നത്. കാരണവർ ആനയെ കൊണ്ടുവന്നെങ്കിലും ആനയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്
അദ്ദേഹത്തിൻ്റെ ബീവി ഖദീജയായിരുന്നു. അത് ഭക്ഷണകാര്യത്തിൽ മാത്രമല്ല, ആനയ്ക്കാവശ്യമായ മരുന്നുകൾ വരെ തയ്യാറാക്കിയിരുന്നതും ഈ ഉമ്മ തന്നെയാണ്. പിന്നീട് ആ ഉമ്മയുടെ പരിലാളനത്തിലേക്കെത്തിയ ചെറുകൊമ്പൻ ഇന്ന് കാണുന്ന പുല്ലൂറ്റ് ഉണ്ണികൃഷ്ണൻ എന്ന ഗജകേസരിയായി മാറിയത് ഈ ഉമ്മയുടെ സ്നേഹവാത്സല്യപൂർണമായ പരിലാളനം ഒന്നുകൊണ്ട് മാത്രമാണ്. ഉമ്മയുടെയും ബാപ്പയുടെയും നിര്യാണത്തിന് ശേഷം അവരുടെ ആനക്കമ്പം ഒരു പിന്തുടർച്ച പോലെ കിട്ടിയത് 11 മക്കളിൽ 5-ാമനായ ആന ലക്ഷണം മൊത്തതും അതിൻ്റെ ആഭിജാത്തോട് നേരെ ആന തനിയെ വന്ന് കയറണം. ആന വരും, ആന വന്ന് കയറലാണ് സാധാരണ, അല്ലാണ്ട് ആനയെ വാങ്ങുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഗതി ഇല്ല നിലവിൽ. ആന അയാൾക്ക് ആനയുടെ അതെന്താ പറയുക, ദൈവം അതിനൊരു വിധിയാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വഴിയൊരുക്കിയാൽ അത് ആനയുടേതായ സാഹചര്യത്തോടുകൂടി ആ സമയങ്ങളായിട്ട് ആന വന്ന് കയറുന്നു എന്നുള്ളതാണ്. അതാണ് അതിനകത്തുള്ള ആനയുടേതായ ശാസ്ത്രം പറയുന്നതും അതിൻ്റെ അകത്തുള്ള വിശ്വാസവും അതാണ്. അങ്ങനെയാണ് ആന വന്ന് കയറുന്നത്. അല്ലാണ്ട് ആനയ്ക്ക് വേണ്ടിയിട്ട് ഒരുവിധം ഈ കണ്ട ഉടമസ്ഥന്മാരെല്ലാവരും നോക്കിക്കോളൂ. ഒട്ടുമിക്കതാണെന്നുണ്ടെങ്കിലും പൈസ വെച്ചിട്ട് നേരെ ആന വാങ്ങിക്കണമെന്നുള്ളൊരു ഉദ്ദേശം പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് ആന സ്വാഭാവികമായിട്ട് വരലാണ് സാധാരണ ഉണ്ടാവുക. അല്ലാണ്ട് എൻ്റെ ഫാദർ ഉണ്ടായിരുന്നപ്പോഴും അത് തന്നെയായിരുന്നു. ആനയെ വാങ്ങാൻ വേണ്ടി തയ്യാറായിട്ട് ഒരു കാരണവശാലും ഉണ്ടാകുന്ന ആനയുടേതായ പണികളും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് നടക്കുന്ന, തടിമില്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിരുന്നിട്ട് കൂടി ആനയുടേതായ ഒരു ചിന്ത പോലും ഇല്ലാതിരുന്ന സമയത്ത് ആന തനിയെ വന്നതാണ്. ആ സമയത്ത് ഏതോ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് പോയ സമയത്ത് ആനയെ കാണുകയും അവിടെ വെച്ച് സ്പോട്ടിൽ വെച്ചിട്ട് കച്ചവടമാക്കി അങ്ങനെ വാങ്ങിപ്പോരുകയാണ് ചെയ്തത്. അഞ്ച് വർഷം ഞാൻ ഈ ആനയ്ക്ക് കയറാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ടൊരു ശല്യമൊന്നുമില്ല. 2 ദിവസം 3 ദിവസം കഴിഞ്ഞാലും ഒരാഴ്ച കഴിഞ്ഞ് വന്നാലും ആനയെ കൊണ്ടൊരു ശല്യമില്ല. വന്നാൽ ഞാനൊക്കെ അതിന് സന്തോഷമാണ് ഞാനവിടെ ഉണ്ട് എന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ട് പൂരങ്ങളൊന്നും ഒരലമ്പാക്കാതെ പൂരം ഭംഗിയായിട്ട് എടുത്തു തരുന്നുണ്ട്. പിന്നെ 2-ാമനും 3-ാമനും കൈകാര്യം ചെയ്യാം. അല്ലെങ്കിലും 1 മാസം കഴിഞ്ഞിട്ട് വന്നാലും ആന ഒരു ശല്യമില്ല. ആർക്കും വേണമെങ്കിൽ കൊണ്ടു നടക്കാം. കിഴക്കേ പൊൻപുലരിയിൽ തിരുനടയിൽ തിരിതെളിഞ്ഞേ തിരുനെറുകിൽ തിടമ്പേറ്റി. തികഞ്ഞ ശാന്തത തന്നെയാണ് ഈ കൊമ്പൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.
ആനപ്രേമികൾക്കും ഇന്നാട്ടുകാർക്കും ഒരിക്കലും മറക്കാനാവാത്ത പുല്ലൂറ്റ് ഉണ്ണികൃഷ്ണൻ്റെ രസകരമായ ചില കഥകളുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം. ചിരിയോടെയും കൗതുകത്തോടെയുമല്ലാതെ ഓർക്കാൻ കഴിയാത്ത ചില കഥകളുണ്ടത്രേ പുല്ലൂറ്റ് ഉണ്ണികൃഷ്ണന്. ഇന്നാട്ടുകാർ ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഇക്കഥകൾ പറഞ്ഞ് ചിരിക്കാറുണ്ടത്രേ. നമുക്കും കാണാം പുല്ലൂറ്റ് ഉണ്ണികൃഷ്ണൻ്റെ ആ കഥകളും അവൻ്റെ കൂടുതൽ വിശേഷങ്ങളും. ശരീരത്തിന് അതിവേദന നൽകുന്ന ക്ഷതമേൽക്കുമ്പോൾ ആനകൾ പരക്കം പായുന്നതും നാശനഷ്ടങ്ങളുണ്ടാക്കുന്നതും സാധാരണയായി നമ്മൾ കേട്ടുവരുന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ തൻ്റെ ശാന്ത സ്വഭാവം കൊണ്ടും തൻ്റെ വാസസ്ഥലത്തെക്കുറിച്ചുമുള്ള കൃത്യമായ ഓർമ്മ കൊണ്ടും ഒരു നാടിൻ്റെ മുഴുവൻ കൗതുകവും വിശ്വാസവും ആർജിച്ചെടുത്തവനുമാണ് ഈ കരിവീരൻ. രസകരവും എന്നാൽ ഇപ്പോഴും പലർക്കും അവിശ്വസനീയമായ ഒരു സംഭവമാണ് ഇവനെ ഈ നാട്ടുകാർക്ക് ഇത്ര പ്രിയങ്കരനാക്കി മാറ്റിയത്. 1986-87 കാലഘട്ടത്തിൽ പറവൂരിലെ ഒരു ആഘോഷം കഴിഞ്ഞ് തൻ്റെ കെട്ടുംതെറിയായ പുല്ലൂറ്റിലെ കെട്ടുംതെറിയിലേക്ക് പാപ്പാന്മാരോടൊത്ത് റോഡരികിലൂടെ നടന്നു പോരുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ. മൂത്തകുന്നം കോട്ടപ്പുറം പാലത്തിൻ്റെ മോശമായി കിടക്കുന്ന റോഡിലൂടെ സഞ്ചരിച്ചിരുന്ന ഉണ്ണികൃഷ്ണന്റെ പുറകിൽ ഒരു മാരുതി കാർ പിൻകാലുകളിൽ വന്നിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാറിൻ്റെ ബോണറ്റിലേക്ക് ഇരുന്നുപോയ ഉണ്ണികൃഷ്ണൻ ബോണറ്റിൻ്റെ ചൂട് അനുഭവപ്പെട്ടതും എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടമായിരുന്നു. തൻ്റെ പാപ്പാന്മാരടക്കം പുറകെ ഓടിയെങ്കിലും 5 കൂടിയ ചാലക്കുളം ജംഗ്ഷനിലെത്തിയപ്പോൾ ആന എങ്ങോട്ട് പോയെന്ന് ആരും കണ്ടില്ല. ആന ഓടിയ വിവരമറിഞ്ഞ് മില്ലിൽ നിന്ന് ഓടിയെത്തിയ ഉടമസ്ഥനും പാപ്പാന്മാരും നാട്ടുകാരും ചേർന്ന് ആനയെ അന്വേഷിച്ച് നടക്കുവാനും തുടങ്ങി. വഴികളിൽ ഒരു സൈക്കിൾ പോലും തട്ടിയിട്ടില്ലാത്തതിനാൽ ആന എങ്ങോട്ട് പോയെന്ന് ആർക്കും മനസ്സിലായില്ല. ഏറെ നേരത്തെ അന്വേഷണത്തിന് ശേഷം നിരാശനായി ഭാവി പരിപാടികൾ ആലോചിക്കുവാൻ ജംഗ്ഷനിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള തൻ്റെ മില്ലിലെത്തിച്ചേർന്ന ഉടമ കണ്ടത് രസകരമായ ഒരു കാഴ്ചയായിരുന്നു. ആരും പറയാതെ തന്നെ കെട്ടുംതറിയിൽ കയറി നിന്ന് തനിക്ക് കൊണ്ടുവന്നു വച്ചിരിക്കുന്ന പട്ടകളിൽ ആവശ്യമായ പട്ടയെടുത്ത് തിന്ന് കഴിഞ്ഞ എല്ലാ അനിഷ്ടങ്ങളും മറന്ന് ശാന്തനായി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെയാണ് അവിടെ കണ്ടത്. ഇത്രയും ദൂരം പൊള്ളലിൻ്റെ വേദനയുമായി ഓടിയിട്ടും ഒരു നാശനഷ്ടവും വരുത്താത്ത മറ്റൊരാനയെ ആനക്കഥകളിൽ അന്വേഷിച്ചാൽ പോലും അപൂർവം തന്നെയാകും. ഇന്നും ഉണ്ണികൃഷ്ണന്റെ ഈ ഓട്ടം തലമുറകൾ കൈമറിഞ്ഞ് ആ പ്രദേശത്തെ കുഞ്ഞുങ്ങൾക്ക് വരെ ചിരപരിചിതമാണ്. താൻ പങ്കെടുക്കുന്ന മഹാ ഉത്സവങ്ങളിൽ ഒന്നിൽ പോലും യാതൊരു അലോരസവുമുണ്ടാക്കി പരിപാടികൾക്ക് വിഘ്നം വരുത്തിയെന്ന ഒരു ചീത്തപ്പേര് പോലും ഉണ്ണികൃഷ്ണന്റെ ഈ ജീവിതത്തിലില്ല. ഈ ശാന്തതയാണ് ഉടമസ്ഥർ തങ്ങളുടെ തറവാട്ട് പേരും കൂട്ടിച്ചേർത്ത് എടവനക്കാട്ട് ഉണ്ണികൃഷ്ണൻ എന്ന് വിളിച്ച ആനയെ നാടിൻ്റെ ആനയായി പുല്ലൂറ്റ് ഉണ്ണികൃഷ്ണൻ എന്ന് നാട്ടുകാർ പറഞ്ഞ് തൻ്റെ പേരാക്കി മാറ്റിയത്. അത്രത്തോളം നാട്ടുകാർക്കുറപ്പുണ്ട് ഇവനിൽ നിന്ന് തങ്ങളുടെ നാടിന് അപമാനം വരുത്തുന്ന യാതൊരു പെരുമാറ്റവും ഉണ്ടാകില്ല എന്ന്. പരിചയസമ്പന്നരും ശാന്ത സ്വഭാവക്കാരുമായ ആനകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ക്ഷേത്ര ചടങ്ങാണ് രഥോത്സവത്തിന് രഥം തള്ളുക എന്ന പവിത്രമായ ചടങ്ങ്. പാലക്കാട് ആലത്തൂർ ഗ്രാമത്തിലെ രഥോത്സവത്തിന്
പുല്ലൂറ്റുണ്ണികൃഷ്ണനും സാരഥി രാജേഷും വേണമെന്നത് കഴിഞ്ഞ 5 വർഷങ്ങളായി ആ ഗ്രാമക്കാരുടെ നിർബന്ധമാണ്. അവിടുത്തെ രഥോത്സവത്തിൽ രഥം തള്ളുവാൻ നിയമിക്കപ്പെട്ട കൊമ്പന്മാർ ആ പ്രവൃത്തി ചെയ്യാതെ നിൽക്കുമ്പോൾ ഇവൻ ചെന്ന് ആ രഥങ്ങളും തള്ളുന്ന കാഴ്ചകൾക്ക് ഗ്രാമം പലപ്പോഴും സാക്ഷിയായിട്ടുണ്ട്. ഇങ്ങനെ രഥം തള്ളുന്ന ഉണ്ണികൃഷ്ണന്റെ സ്വഭാവം പാപ്പാനോ ആരാധകരോ പറയുന്ന സംഭവങ്ങൾ മാത്രമായിരുന്നില്ല ഞങ്ങൾക്ക്. ആനപ്പെരുമ സംഘം ഈ എപ്പിസോഡിന്റെ ചിത്രീകരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലോഡ് കയറ്റിയ ഒരു വണ്ടി സ്റ്റാർട്ടിംഗ് ട്രബിൾ മൂലം അവിടെ കിടപ്പുണ്ടായിരുന്നു. പാപ്പാന്റെ പരിചയക്കാരനായ ഡ്രൈവറോട് സൗഹൃദ സംഭാഷണത്തിനായി രാജേഷ് നീങ്ങിയതും ആരുടെയും നിർദ്ദേശമില്ലാതെ തന്നെ ഉണ്ണികൃഷ്ണൻ മുന്നോട്ട് ചെന്ന് തൻ്റെ മസ്തിഷ്കം വെച്ച് ആ വാഹനം മുന്നോട്ട് തള്ളുന്ന കാഴ്ചയ്ക്ക് ആനപ്പെരുമയും ദൃക്സാക്ഷിയായി. തൻ്റെ ശാന്ത സ്വഭാവം കൊണ്ടും പ്രവൃത്തിയിലുള്ള ഉത്സാഹം കൊണ്ടും കാഴ്ചക്കാരുടെ മനം കവരുന്ന ഈ ബീഹാറി സുന്ദരൻ നേടിയെടുത്ത പേരിനും പ്രശസ്തിക്കും യാതൊരു കോട്ടവും വരുത്താതെ ഇനിയുള്ള ഉത്സവ നഗരങ്ങളിൽ കളം നിറഞ്ഞാടുന്ന കാഴ്ച ആനപ്രേമികളുടെയും ഉത്സവാരാധകരുടെയും കണ്ണും കരളും കവരുമെന്ന ഉറപ്പോടെ, അല്ലെങ്കിൽ ആ കാഴ്ചകൾക്കായി ഞങ്ങൾ പുല്ലൂറ്റ് ഗ്രാമത്തോട് താൽക്കാലികമായി വിട പറയുകയാണ്. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, ഇന്നാട്ടുകാരെ പോലെ ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഇനി പുല്ലൂറ്റുണ്ണികൃഷ്ണൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് ആനപ്പെരുമ പ്രേക്ഷകരും ചിരിക്കും. സ്നേഹത്തോടെ നിങ്ങളവനെ നെഞ്ചേറ്റിക്കഴിഞ്ഞു. തൽക്കാലം പുല്ലൂറ്റുണ്ണികൃഷ്ണനിലെ വിശേഷങ്ങളിൽ നിന്ന് ഞങ്ങൾ വിടവാങ്ങുകയാണ്. മറ്റൊരു കൊമ്പൻ്റെ വിശേഷങ്ങളുമായി സൂര്യവുഡ് ആനപ്പെരുമയുടെ പുതിയൊരു ജാലകം തുറന്ന് ഞങ്ങൾ വീണ്ടും വരും. കാത്തിരിക്കുക.